ഹലോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നിങ്ങൾക്കറിയാം എന്താ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞു 2 സെക്ഷനായിട്ടാണ് ഈ ചാപ്റ്റർ കിടക്കുന്നത്. ഒരു സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സും സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടിയാണ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗ്രൂപ്പിനെ കുറിച്ചും ബ്ലോക്കിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. ഓർമ്മയുണ്ടായിരിക്കും. 4 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. ഓരോ ബ്ലോക്കിൻ്റെയും പ്രത്യേകത ഞാൻ പറഞ്ഞു. പിന്നെന്താ അതിനുശേഷം പറഞ്ഞത് ഓരോന്നിൻ്റെയും ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ കൃത്യമായി നോക്കി വെച്ചേക്കണം. അല്ലെ, എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമല്ലോ, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അതിന് 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും. ഏതൊക്കെയാണ്? ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ട്രാൻസ് യുറാനിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ് യുറാനിക് എന്ന് പറഞ്ഞാൽ 92 എലമെന്റ്സ്, 92ാമത്തെ മൂലകമാണ് യുറേനിയം എന്ന് പറയുന്നത്. അത്രയും എലമെന്റ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ എലമെന്റ്സ് ആണ്. അതിനുശേഷം വരുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള മൂലകത്തിന് പറയുന്ന പേരാണ് ട്രാൻസ് യുറാനിക് എലമെന്റ്സ്. ഓക്കെ, അതുവരെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ഓർത്തോളണം, ആ വീഡിയോസൊക്കെ നന്നായിട്ട് കണ്ടോളണം. നമ്മളൊരു പുതിയ സെക്ഷനാണ്. ആ സെക്ഷന്റെ പേര് നിങ്ങൾക്കറിയാം, IUPAC നോമൻക്ലേച്ചർ എന്നാണ്. IUPAC നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. UPSCയുടെ പൂർണ്ണരൂപം അറിയാമല്ലോ, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് പറയുന്നത്. പക്ഷെ അവിടുത്തെ ഒരു IUPAC പോലെ അല്ല നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയുന്ന ടേബിൾ നിങ്ങൾ കൃത്യമായി നോക്കിക്കോണം. നമ്പർ, വേർഡ് റൂട്ട്, സിമ്പൽ. ഓക്കെ, നമ്പർ, വേർഡ് റൂട്ട്, സിമ്പൽ. ഈ ടേബിള് നന്നായിട്ട് അങ്ങ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ IUPAC നോമൻക്ലേച്ചർ എഴുതാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ആ ടേബിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്പർ, വേർഡ് റൂട്ട്, സിമ്പൽ. ആദ്യത്തെ നമ്പർ 0. 0ക്ക് പറയുന്ന പേര് നിൽ എന്നാണ്. എന്താ? നിൽ. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ N എന്നാണ്. അപ്പൊ 0 എന്താ? നിൽ. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്താ? N. 1ന് പറയുന്ന പേര് അൺ, UN, അൺ എന്നാണ് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഏതാ? U എന്ന് പറയുന്ന സിമ്പൽ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. 2ന് പറയുന്ന പേര് ബൈ എന്നാണ്, BI. BY അല്ല, BI. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ B ആണ്. 3ന് പറയുന്ന പേര് ട്രൈ എന്നാണ്, TRI. അതിന്റെ സിമ്പൽ T ആണ്. ഓക്കെ. 4ന്റെ പേര് കോട്ട്, QUAD, കോട്ട്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ Q എന്നാണ്. 5ന് പറയുന്ന പേര് പെൻഡ് എന്നാണ്, പെൻഡ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ P ആണ്. 6ന് പറയുന്ന പേര് ഹെക്സ് എന്നാണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ H ആണ്. ഓക്കെ. 7ന് പറയുന്ന പേര് സെപ്റ്റ്, SEPT, സെപ്റ്റ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ S ആണ്. 8ന് പറയുന്ന പേര് ഒക്ട്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ O ആണ്. 9ന് പറയുന്ന പേര് NENN. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ E ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, 3 കാര്യങ്ങൾ ഈ ടേബിൾ നന്നായിട്ട് അങ്ങ് കാണാതെ പഠിക്കണം. നമ്പർ, വേർഡ് റൂട്ട്, സിമ്പൽ. ഏതൊക്കെയാണടാ? നമ്പർ, വേർഡ് റൂട്ട്, സിമ്പൽ. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകൾക്ക് പറയുന്ന പേരുകൾ. 0 മീൻസ് നിൽ. 1ന് പറയുന്ന പേര് അൺ. 2ന് പറയുന്ന പേര് ബൈ. 3ന് പറയുന്ന പേര് ട്രൈ. 4ന് പറയുന്ന പേര് കോട്ട്. 5ന് പറയുന്ന പേര് പെൻഡ്. 6ന് പറയുന്ന പേര് ഹെക്സ്. 7ന് പറയുന്ന പേര് സെപ്റ്റ്. 8ന് പറയുന്ന പേര് ഒക്ട്. 9ന് പറയുന്ന പേര് N. ഓക്കെ, ക്ലിയർ ആയല്ലോ? സിമ്പൽ നോക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അറ്റോമിക നമ്പർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 101 അറ്റോമിക നമ്പർ വരുന്ന ഒരു എലമെന്റിന്റെ പേര് നമുക്ക് എഴുതണം. എലമെന്റിന്റെ പേരാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ 101 വരുന്ന നമ്പർ വരുന്ന ഒരു എലമെന്റിന്റെ പേര്. അപ്പം അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. IUPAC നയം എഴുതാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഓർത്തു വയ്ക്കുക. വേർഡ് റൂട്ട് പ്ലസ് IUM. എന്താണ് സിമ്പിള്? വേർഡ് റൂട്ട് പ്ലസ് IUM. ഞാനൊരു എക്സാമ്പിൾ എഴുതി. 101ാമത്തെ മൂലകം, അതിന്റെ പേരെന്താണ്? ശ്രദ്ധിക്കുക. 1ന് പറയുന്ന പേരെന്താ? അൺ. അതുകൊണ്ടാണ് താഴെ 1 എഴുതിയിട്ടുള്ളത്. പ്ലസ് 0ക്ക് പറയുന്ന പേര് നിൽ. അതുകൊണ്ടാണ് താഴെ 0 എഴുതിയിട്ടുള്ളത്. അതുപോലെ വീണ്ടും 1ന് പറയുന്ന പേര് എന്താ? അൺ എന്നാണ്.
അതുകൊണ്ടാണ് താഴെ ഞാൻ ഒന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, പ്ലസ് എന്ത് ചേർക്കണം അവസാനം? IUM. ഇത് മറക്കരുത്, അവസാനം എന്താണ് ചേർക്കേണ്ടത്? IUM. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതാം. അൺ, അതിനുശേഷം എന്താ? നിൽ, സ്മാൾ ലെറ്റർ എഴുതിക്കോളെ, NIL, നിൽ. വീണ്ടും എന്താ? അൺ, അവസാനം എന്ത് ചേർക്കണം? IUM. അപ്പൊ ഇതിന്റെ പേരെന്താ? 101ാമത്തെ മൂലകത്തിന്റെ പേരെന്താ? അൺ, നിൽ, അൺ, IUM. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു ഫോർമുല പഠിക്കുക. IUPAC 9 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വേർഡ് റൂട്ട് പ്ലസ് IUM. ക്ലിയർ ആയ? അപ്പൊ ഈ ടേബിൾ നന്നായിട്ട് നോക്കിക്കോളാം, ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് എഴുതാം. ഓക്കെ, അടുത്ത നോക്കുക. 102ാമത്തെ മൂലകം എങ്ങനെ നമുക്ക് എഴുതാം? 102ാമത്തെ മൂലകം ഒന്നിന് പറയുന്ന പേരെന്താ? ഒന്നിന് പറയുന്ന പേര് അൺ. ഓക്കെ, 0ക്ക് പറയുന്ന പേരെന്താ? നിൽ. ഓക്കെ, വീണ്ടും 2ന് പറയുന്ന പേരെന്താ? ബൈ. അവസാനം എന്ത് നമ്മൾ ചേർക്കും? IUM. ഓക്കെ, അപ്പൊ 102ാമത്തെ മൂലകം. ഇനി 103ാമത്തെ മൂലകത്തിന്റെ പേരാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഇതുപോലെ എങ്ങനെ എഴുതും? ഒന്നിന് പറയുന്ന പേരെന്താ? അൺ. 0ക്ക് പറയുന്ന പേരെന്താ? നിൽ. 3ന് പറയുന്ന പേരെന്താ? ട്രൈ, TRI. അവസാനം എന്ത് ചേർക്കണം? IUM. ഓക്കെ, അടുത്ത 104ാമത്തെ മൂലകമാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ടേബിൾ അറിയാമെങ്കിൽ വളരെ ഈസിയാണ്. അപ്പൊ എങ്ങനെ എഴുതാം? അൺ. 0ക്ക് പറയുന്ന പേര് നിൽ. 4ന് പറയുന്ന പേരെന്താ? കോട്ട്. കോട്ട്. അവസാനം എന്ത് ചേർക്കണം? IUM. 105ാമത്തെ മൂലകത്തിന്റെ പേര് എങ്ങനെ എഴുതാം? അൺ, നിൽ. 5ന്റെ പേരെന്താ? പെൻഡെന്നല്ലേ? പെൻഡ്. അവസാനം എന്ത് ചേർക്കണം? IUM. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് 101 മുതൽ 119 വരെയുള്ള മൂലകങ്ങളിൽ ഏതെങ്കിലും ഒരു മൂലകത്തിന്റെ പേര് എക്സാമിന് ചോദിക്കും. ചിലപ്പോൾ ചോദിക്കും 102ാമത്തെ മൂലകത്തിന്റെ IUPAC 9 എഴുതുക. ഓക്കെ, അപ്പൊ എന്താണ് IUPAC നോമൻക്ലേച്ചർ എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ 3 കോളങ്ങൾ നീറ്റായിട്ട് അറിയണം. ഫസ്റ്റ് കോളത്തിൽ എന്താ? നമ്പർ. സെക്കൻഡ് കോളത്തിൽ എന്താ? വേർഡ് റൂട്ട്. 3ാമത്തെ കോളത്തിൽ എന്താ? സിമ്പൽ. ഒരിക്കലും പറയാം. 0ക്ക് പറയുന്ന പേരെന്താ? 0ക്ക് പറയുന്ന പേര് നിൽ. അതിന്റെ സിമ്പൽ എന്താ? N. ക്ലിയർ? 1ന് പറയുന്ന പേര് അൺ, സിമ്പൽ എന്താ? U. 2ന് പറയുന്ന പേര് ബൈ, സിമ്പൽ എന്താ? B. 3ന് പറയുന്ന പേര് ട്രൈ, സിമ്പൽ എന്താ? T. 4ന് പറയുന്ന പേരെന്താ? കോട്ട്, സിമ്പൽ എന്താ? Q. 5ന് പറയുന്ന പേരെന്താ? പെൻഡ്, സിമ്പൽ എന്താ? P. 6ന് പറയുന്ന പേര് ഹെക്സ്, സിമ്പൽ H. 7ന് പറയുന്ന പേരെന്താ? സെപ്റ്റ്, S. 8ന് പറയുന്ന പേര് ഒക്ട്, അതിന് O. 9ന് പറയുന്ന പേര് N. അപ്പൊ നിങ്ങൾക്ക് ഏത് മൂലകത്തിന്റെ പേര് വേണമെങ്കിലും എഴുതാൻ സാധിക്കും, ഇത് അറിയാമെങ്കിൽ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ. ചാപ്റ്ററിന്റെ പേരെന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ കഴിഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടെ അല്ല ഏതൊക്കെയാണ് പാർട്ടുകൾ എന്ന് പറയാം. ഓർത്ത് വയ്ക്കുക. ഈ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്ബുക്കിലോട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 101 മുതൽ 119 വരെയുള്ള മൂലകങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ഈ ടേബിൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. 0 മുതൽ 9 വരെ വരുന്നതിന്റെ പേര് കൃത്യമായിട്ട് ഓർക്കുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ പാർട്ടിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ചാപ്റ്ററിന്റെ പേരറിയാം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി. അതിൽ ഫസ്റ്റ് സെക്ഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത്? ലോ ഓഫ് ഏതാ? ട്രയാഡ്സ്. ക്ലിയർ ആയല്ലോ? ലോ ഓഫ് ട്രയാഡ്സ്. അടുത്ത രണ്ടാമത്തെ എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? ലോ ഓഫ് ഏതാ? ഒക്ടേവ്സ്. ഓക്കെ, അടുത്ത തേർഡ് വൺ എന്താ പറഞ്ഞത്? മെൻഡലീഫ് പീരിയോഡിക് ലോ. അടുത്ത ഫോർത്ത് വൺ ഏതാ പറഞ്ഞത്? മോഡേൺ പീരിയോഡിക് ലോ. ഇത് പറയുമ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, മെറിറ്റ്സ് ഉണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ട്. അതെല്ലാം നന്നായിട്ട് നോക്കുക. ലോ ഓഫ് ട്രൈഡ്സ്, ലോ ഓഫ് ഒക്ടേവ്സ്,
മെൻഡലീഫ് പീരിയോഡിക് ലോ, മോഡേൺ പീരിയോഡിക് ലോ. അതിനുശേഷം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് വൈസ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. 18 ഗ്രൂപ്പുകളുണ്ട്. ഒന്നും കൂടി ഓർക്കുക. ഒന്നാമത്തെ ഗ്രൂപ്പിന് പറയുന്ന പേര് ഏതാ? ആൽക്കലി മെറ്റൽസ് എന്നാണ്. സെക്കൻഡ് ഗ്രൂപ്പിന് പറയുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേര് ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ. അതുപോലെ തന്നെ 13ാമത്തെ ഗ്രൂപ്പ് ബോറോൺ ഫാമിലി, 14ാമത്തെ ഗ്രൂപ്പ് കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലോജൻസ്, 18 നോബൽ ഗ്യാസസ്. പേരുകൾ ഓർക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് ബ്ലോക്ക് വൈസ് ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെ ബ്ലോക്കാണുള്ളത്? എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക. ബ്ലോക്ക് വൈസ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ എസ് ബ്ലോക്ക് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പി ബ്ലോക്ക് പറഞ്ഞു ജനറൽ, ഡി ബ്ലോക്ക് പറഞ്ഞു അതിന്റെ ജനറൽ, എഫ് ബ്ലോക്ക് പറഞ്ഞപ്പോൾ ഞാനൊരു പീരിയോഡിക് ടേബിളൊക്കെ വരച്ചിട്ടിട്ട് എഫ് ബ്ലോക്ക് കാണപ്പെടുന്ന പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും അടിഭാഗത്താണ് എഫ് ബ്ലോക്ക് ആയിട്ട് കാണപ്പെടുന്നത്. അതിനെ വിളിക്കുന്ന പേര് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ്. അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ട്രാൻസ് യുറാനിക് എലമെന്റ്സ് ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ ട്രാൻസ് യുറാനിക് എലമെന്റ്സ്. ഓക്കെ, യുറേനിയത്തിന് ശേഷം വരുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള എലമെന്റ്സിനെയാണ് ട്രാൻസ് യുറാനിക് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഗ്രൂപ്പ് വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ബ്ലോക്ക് വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതെല്ലാം പറഞ്ഞു. ചിലപ്പോൾ ഒരു എക്സാമിന് ചോദിക്കാം, ഇപ്പൊ സോഡിയം എന്ന് പറയുന്നത് ഏത് ബ്ലോക്കിലുള്ളതാണ്? ഏത് ബ്ലോക്കിലുള്ളതാണെന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. എങ്ങനെ എഴുതാം? എൻ്റെ ഇലക്ട്രോൺ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1s2, 2s2, 2p6, 3s1. ഏത് ബ്ലോക്കാണ്? എസ് ബ്ലോക്ക്. ഓക്കെ, ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതിന് മുകളിൽ ഒന്നിട്ടേക്കുന്നത് കണ്ട, അപ്പോൾ അതാണ് ഇപ്പൊ സോഡിയം എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലാണ്? ഫസ്റ്റ് ഗ്രൂപ്പാണ്. ബ്ലോക്ക് ഏതാണ്? ഏത് ബ്ലോക്കാണ്? എസ് ബ്ലോക്കാണ്. ഓക്കെ, എത്രാമത്തെ പീരീഡ് ആണ്? ഇതാണ് പീരീഡ്. എത്രാമത്തെ പീരീഡിലാണ്? പീരീഡ് എത്രയാണ്? തേർഡ് പീരീഡ്. ഓക്കെ, അപ്പൊ സോഡിയം എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാണ്? ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. ആൽക്കലി മെറ്റൽസ്. ബ്ലോക്ക് ഏത് ബ്ലോക്കാണ്? ലാസ്റ്റ് ഇലക്ട്രോൺ ഏതിലാണോ വന്നിരിക്കുന്നത് അതാണ് ബ്ലോക്ക്. പീരീഡ് എത്രാമത്തെ പീരീഡിലാണ്? 3ാമത്തെ പീരീഡ്. ഓക്കെ, അറിയാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണപ്പെടുന്നത് ഗ്രൂപ്പ്. ഓക്കെ, ഇങ്ങനെ കാണപ്പെടുന്നത് ഏതാണ്? പീരീഡ്സ്. ഓക്കെ, ഗ്രൂപ്പ് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്, പീരീഡ് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അപ്പൊ സോഡിയം എത്രാമത്തെ പീരീഡിലാണ്? തേർഡ് പീരീഡ്. വേറെ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ പൊട്ടാസ്യം. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2, 2s2 ഇതൊക്കെ 10ൽ പഠിച്ചിട്ടുണ്ട്. 2p6, 3s2 ഇപ്പൊ എത്രയാണ്? 10, 12. 3s2, 1s2, 2s2, 2p6, 3s2, അടുത്ത 4s2. അതിനുശേഷം എന്താ? അപ്പൊ 10, 12, 10, 12, 14. 1s2, 2s2, 2p6, 3s2, 3s2 കഴിഞ്ഞിട്ട് 3p6 ആണ്. 3s2, 3p6, അടുത്ത ഏതാണ് വരുന്നത്? 4s. അപ്പൊ എത്രയായി? 10, 12, 18. ഇവിടെ എത്രയാണ്? 1. ഓർക്കുക, പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 4s1. ഓക്കെ, ക്ലിയർ ആയ? അപ്പൊ പൊട്ടാസ്യം ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? പൊട്ടാസ്യം വരുന്നത് ഗ്രൂപ്പ് എത്രയാ? ഫസ്റ്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഇതിന് മുകളിൽ ഒന്നല്ലേടാ. ഏത് ബ്ലോക്കാണ് വരുന്നത്? പൊട്ടാസ്യം ഏത് ബ്ലോക്കിലാണ് വരുന്നത്? ഏത് ബ്ലോക്കാ? എസ് ബ്ലോക്ക്. ഏത് പീരീഡിലാണ് വരുന്നത്? 4th പീരീഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം അത് നന്നായിട്ട് നോക്കുക. അപ്പം ഗ്രൂപ്പ് വൈസ് ക്ലാസിഫിക്കേഷനും ബ്ലോക്ക് വൈസ് ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെന്താണ് ലാസ്റ്റ് പറഞ്ഞത്? IUPAC നോമൻക്ലേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. നന്നായിട്ട് നോക്കുക. ഈ നിയമങ്ങളെല്ലാം 1 by 1 ആയിട്ട് പഠിക്കുക. ഞാൻ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു. ഇതിൽ മെറിറ്റ്സും ഡീമെറിറ്റ്സ് ഒക്കെ ഒരുപാട് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഈ ഗ്രൂപ്പൊക്കെ കണ്ടുപിടിക്കുന്നത് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് അതേ രീതിയിൽ തന്നെ, എന്ന് വേറെ വ്യത്യാസമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതി പഠിച്ചോളണം.
സബ്ഷെൽ കോൺഫിഗറേഷൻ നമ്മൾ കൃത്യമായിട്ട് അറിയാമെങ്കിലേ നമുക്ക് ഇതിനകത്തുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കും. 10ാം ക്ലാസ്സിൽ അതിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഷെൽ കോൺഫിഗറേഷൻ വേണ്ട, സബ്ഷെൽ കോൺഫിഗറേഷൻ ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ 2 സെക്ഷനാണ്. അതിൽ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ്റെ പേരെന്താ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ഇനി നമ്മൾ അടുത്ത സെക്ഷനാണ് പറയുന്നത് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.